ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പുതിയൊരു ഡേറ്റ സ്ട്രക്ചറാണ് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാക്ക് എന്നുള്ള ഒരു ഡേറ്റ സ്ട്രക്ചർ പരിചയപ്പെട്ടു. ഇവിടെ നമ്മൾ ക്യൂ എന്ന് പറയുന്ന ഒരു പുതിയ ഡേറ്റ സ്ട്രക്ചർ പഠിക്കുകയാണ്. അപ്പോൾ ഈ പിക്ചർ നിങ്ങൾ 4 പിക്ചർ വിൻഡോയിൽ കാണുന്നുണ്ട്. ഈ 4 പിക്ചർ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. അപ്പോൾ ക്യൂ എന്നുള്ള ടേം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരും, നമ്മൾ ആരും ക്യൂ നിൽക്കാത്തവരായിട്ട് ഒരിക്കലും ഉണ്ടാവില്ല. നമ്മൾ എവിടെ പോയാലും, ഏത് സ്ഥാപനത്തിലായാലും എവിടെ പോയാലും നമ്മൾ ക്യൂ നിൽക്കാറുണ്ട് അല്ലേ. അപ്പോൾ ക്യൂ എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത എന്താണ്? ഫസ്റ്റ് നിൽക്കുന്ന ആൾ സർവീസ് ആദ്യം കിട്ടും അല്ലേ. അപ്പോൾ ലാസ്റ്റ് വരുന്നവർ ക്യൂവിൻ്റെ ലാസ്റ്റിലായിരിക്കും ആഡ് ചെയ്ത് നിൽക്കേണ്ടത്. അപ്പോൾ ആദ്യം വരുന്നവർക്ക് പ്രിഫറൻസ് കിട്ടുക, ആ ഒരു കോൺസെപ്റ്റാണ് ക്യൂ എന്നുള്ളതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പോളിംഗ് സ്റ്റേഷനിൽ ക്യൂ നിൽക്കുന്ന പിക്ചറാണ് ആദ്യം കാണിച്ചിരിക്കുന്നത്. അടുത്ത കാറുകൾ ക്യൂ നിൽക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് നിൽക്കുന്ന വെഹിക്കിളായിരിക്കും ആദ്യം മൂവ് ചെയ്യുന്നത്. പുറകിൽ വരുന്നവർ ക്യൂവിൻ്റെ ലാസ്റ്റിലേക്ക് വരും. അപ്പോൾ ലാസ്റ്റ് ഔട്ടായിരിക്കും. അതായത് അവസാനം വരുന്നയാൾ അവസാനം പുറത്തു പോകും, ആദ്യം വരുന്നയാൾ ആദ്യം പുറത്തു പോകും അല്ലേ. അപ്പോൾ ഇവിടെ താഴെ വേറൊരു ഫിഗർ കാണിച്ചേക്കുന്നത് അത് തന്നെയാണ്. അപ്പോൾ ക്യൂവിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾ ആദ്യം റിമൂവ് ആയി മാറും. ക്യൂവിലേക്ക് വരുന്നയാൾ ക്യൂവിൻ്റെ ബാക്കിലേക്ക് ആഡ് ചെയ്ത് വരണം അല്ലേ. ഒരു ടെല്ലർ മനുഷ്യൻ്റെ ക്യൂവും അത് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ ക്യൂ എന്നുള്ള കോൺസെപ്റ്റ് എന്താണെന്ന്. അപ്പോൾ ഇത്തരത്തിൽ കമ്പ്യൂട്ടറിൽ നമുക്ക് ഡേറ്റയെ അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്, പെർട്ടിക്കുലർ വേ ഓഫ് ഓർഗനൈസിങ് ഡേറ്റയാണ്. ഡേറ്റയെ നമുക്ക് ഓർഗനൈസ് ചെയ്യാനാണ് നമ്മൾ ഡേറ്റ സ്ട്രക്ചർ ഉപയോഗിക്കുന്നത് തന്നെ. അപ്പോൾ ഈ ക്യൂ എന്നുള്ള ഈ കോൺസെപ്റ്റിൽ നമുക്ക് ഡേറ്റയെ കമ്പ്യൂട്ടറിൽ നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡേറ്റ സ്ട്രക്ചറാണ് ക്യൂ എന്നുള്ള ഡേറ്റ സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ ഇനി അതിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ക്യൂവിൻ്റെ പ്രത്യേകത എന്താണ്? ഫസ്റ്റ് നിൽക്കുന്നയാൾ ഫസ്റ്റ് പുറത്തേക്ക് പോകും, അല്ലെങ്കിൽ ഫസ്റ്റ് നിൽക്കുന്നയാൾക്ക് ആദ്യം സർവീസ് കിട്ടും, ലാസ്റ്റ് വരുന്നയാൾക്ക് ലാസ്റ്റ് ആയിരിക്കും സർവീസ് കിട്ടുക അല്ലേ. ആ ക്യൂ എന്നുള്ള കോൺസെപ്റ്റ് ഇതാണ്. അപ്പോൾ എന്താണ് ക്യൂ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ക്യൂവിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പറയുന്നത് ക്യൂ ഈസ് എ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ ദാറ്റ് ഫോളോസ് ദി FIFO ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പ്രിൻസിപ്പിൾ. ഇത് ഫസ്റ്റ് വരുന്നയാൾ ഫസ്റ്റ് ഔട്ട് ആകുന്നു. ഈ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്ന ഒരു ലീനിയർ ഡേറ്റ സ്ട്രക്ചറാണ് ക്യൂ. നെക്സ്റ്റ് പോയിന്റ്, എ ക്യൂ ഹാസ് 2 എൻഡ് പോയിന്റ്സ്. ക്യൂവിന് എന്തുണ്ട്? 2 എൻഡ് പോയിന്റുകളുണ്ട്, ഫ്രണ്ടും റിയറും. ഈ റിയർ കൊണ്ട് ടൈം കേൾക്കുമ്പം പേടിക്കേണ്ട. റിയർ എന്ന് പറയുന്നത് ക്യൂവിൻ്റെ ബാക്ക്, നമ്മൾ ക്യൂവിൻ്റെ എൻഡ് എന്ന ബാക്ക് എന്നുള്ള പറയുന്നതിന് പകരമാണ് നമ്മൾ റിയർ എന്നുള്ള ടൈം ഇവിടെ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഡേറ്റ സ്ട്രക്ചറിൻ്റെ ടെർമിനോളജിയിൽ ക്യൂവിൻ്റെ ഫ്രണ്ട് പോർഷനെ ഫ്രണ്ട് എന്നും ക്യൂവിൻ്റെ ബാക്ക് പോർഷനെ നമ്മൾ റിയർ എന്നുമാണ്. അപ്പോൾ റിയർ എൻഡിലാണ് പുതിയ ആൾക്കാർ വന്ന് ആഡ് ആവുന്നത്, ഫ്രണ്ട് എൻഡ് വഴിയാണ് ആദ്യം വന്ന ആൾക്കാർ റിമൂവ് ആവുന്നത്. അപ്പോൾ ക്യൂവിന് 2 എൻഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാക്ക് പഠിച്ചപ്പോൾ നമുക്ക് പറഞ്ഞിരുന്നു അവിടെ ഒരു എൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. ഡേറ്റ എൻട്രി ചെയ്യാനും ഡേറ്റ പുറത്തേക്ക് പോകാനും അവിടെ ഒരു എൻഡേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ക്യൂവിൻ്റെ കേസിൽ അങ്ങനെയല്ല, ഇവിടെ 2 എൻഡ് ഉണ്ട്. ഒന്ന് ഫ്രണ്ടും മറ്റേത് റിയറും അല്ലേ. ഫ്രണ്ടും റിയറും അങ്ങനെ 2 എൻഡ് ഉണ്ട്. നെക്സ്റ്റ് പോയിന്റ്, ഇൻസെർട്ടിങ് എ ന്യൂ ഡേറ്റ ഐറ്റം ഇൻ എ ക്യൂ വിൽ ബി അറ്റ് ദ റിയർ പൊസിഷൻ. പുതിയ ഡേറ്റ ഐറ്റം ഏത് പൊസിഷനിൽ വഴിയാണ് ആഡ് ആവുന്നത്? റിയർ പൊസിഷനിൽ കൂടിയാണ് പുതിയ ഡേറ്റ ഐറ്റത്തെ നമ്മൾ ഇൻസെർട്ട് ചെയ്യുന്നത്. ഡിലീറ്റിംഗ് വിൽ ബി അറ്റ് ദ ഫ്രണ്ട് പൊസിഷൻ. നമ്മളൊരു ഡേറ്റ ഐറ്റത്തെ ഡിലീറ്റ് ചെയ്യുന്നത് ഫ്രണ്ട് പൊസിഷൻ വഴിയാണ് നമ്മൾ ഡേറ്റ ഡിലീറ്റ് ചെയ്യുന്നത്. അപ്പം ഡേറ്റ ആഡ് ചെയ്യാൻ റിയർ പൊസിഷനും ഡേറ്റ ഡിലീറ്റ് ചെയ്യാൻ ഫ്രണ്ട് പൊസിഷനുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ 2 എൻഡ് പോയിന്റുകളാണ് ഒരു ക്യൂവിന് ഉണ്ടായിരിക്കുക, ഫ്രണ്ടും റിയറും. It can be implemented using an array and such a queue is static in nature. അപ്പോൾ ക്യൂ നമ്മൾ അരേ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ അരേ ഉപയോഗിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം അരേ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഇൻ നേച്ചറാണ്. അപ്പോൾ ക്യൂയും സ്റ്റാറ്റിക് ഇൻ നേച്ചറായിട്ട് നമുക്ക് പറയേണ്ടി വരും അരേ ഉപയോഗിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ അരേ ഉപയോഗിച്ചാണ് ക്യൂ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പഠിക്കുന്നത്. അപ്പോൾ അരയുടെ എല്ലാ പ്രോപ്പർട്ടീസും പ്രത്യേകതകളും ഈ ക്യൂവിനും ഉണ്ടായിരിക്കും. അരയുടെ പ്രോപ്പർട്ടീസ് എന്തായിരിക്കും? അരയ്ക്ക് ലിമിറ്റഡ് സൈസ് ആയിരിക്കും, കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൊക്കേഷൻസ് ആയിരിക്കും അല്ലേ, തുടങ്ങിയ കാര്യങ്ങളൊക്കെ ക്യൂവിനും ഉണ്ടായിരിക്കും. അങ്ങനെ അരയുടെ സൈസ് നമ്മൾ മുൻകൂട്ടി പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് സ്റ്റാറ്റിക് ഇൻ നേച്ചർ ആയിരിക്കും ക്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ക്യൂവിൻ്റെ ഡെഫിനിഷനായിട്ട് നമ്മൾ നോക്കാനുള്ളത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് എങ്ങനെയാണ് ആ ക്യൂവിൻ്റെ വർക്കിംഗ് ഒന്ന് നിങ്ങളെ കാണിച്ചു തരികയാണ്. ഇപ്പോൾ ഞാനിവിടെ ഒരു ക്യൂ, ഒരു അരയാണ് എടുത്ത് വെച്ചേക്കുന്നത്.
ഓക്കെ, ഇപ്പോൾ ക്യൂവിൻ്റെ ഒരു എക്സാമ്പിൾ കാണിക്കുകയാണ്. ഇവിടെ 2 എൻഡ് പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞു, ഒന്ന് ഫ്രണ്ടും ഒന്ന് റിയറും ആണ്. അപ്പോൾ റിയർ എൻഡിൽ വഴിയാണ് ക്യൂവിലേക്ക് ഡേറ്റ ഐറ്റം ആഡ് ചെയ്യുന്നത്, ഫ്രണ്ട് എൻഡ് വഴിയാണ് ഡേറ്റ ഐറ്റം റിമൂവ് ആവുന്നത്. അപ്പോൾ നമുക്ക് ഡേറ്റ ഐറ്റം ആഡ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മളൊരു ഡേറ്റ ഐറ്റത്തെ ആഡ് ചെയ്യാൻ നോക്കൂ, 10 എന്ന് പറയുന്ന എലമെൻറ്റ് റിയർ എൻഡ് വഴി ക്യൂവിൻ്റെ ആദ്യം വന്നു. നെക്സ്റ്റ് അടുത്തൊരു ഡേറ്റ ഐറ്റത്തെ ആഡ് ചെയ്യാണ്, അത് റിയർ എൻഡ് വഴി ക്യൂവിൻ്റെ 10ൻ്റെ ബാക്കിൽ വന്നു അല്ലേ, 20ൽ വന്നു. അടുത്ത നെക്സ്റ്റ് എലമെൻറ്റ് 30 ആ 20യുടെ ബാക്കിൽ വന്ന് നിന്നു. അപ്പോൾ ഇങ്ങനെ റിയർ എൻഡ് വഴിയാണ് ക്യൂവിലേക്ക് ഡേറ്റ ഐറ്റംസ് എല്ലാം റിമൂവ് ചെയ്യുന്നത്, അങ്ങനെ ഇൻസെർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ റിയർ എൻഡ് വഴി ഡേറ്റ ഐറ്റത്തെ ഇൻസെർട്ട് ചെയ്യുന്നതിന് നമ്മൾ ഇൻസെർഷൻ എന്നുള്ള ഓപ്പറേഷൻ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ക്യൂവിൽ ഡേറ്റ ഐറ്റം ഇൻസെർട്ട് ചെയ്യുന്നതിന് നമ്മൾ ഇൻസെർഷൻ ഓഫ് ക്യൂ എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് അടുത്ത ഇവിടെ നമുക്ക് എടുത്തിരിക്കുന്ന ക്യൂവിൽ 10, 20, 30 മൂന്ന് എലമെൻറ്റുകൾ ക്യൂവിലുണ്ട്. പിന്നെ ഇത് റിമൂവ് ചെയ്യുന്നത് കാണിച്ചു തരികയാണ്. ഇപ്പോൾ 10 എന്നുള്ള എലമെൻറ്റ് റിമൂവ് ആയി. ഏത് എൻഡ് വഴിയാണ് പോയത്? ഫ്രണ്ട് എൻഡ് വഴി റിമൂവ് ആയി. അടുത്ത 20 ഫ്രണ്ടിൽ കൂടെ റിമൂവ്. അപ്പോൾ ആദ്യം 10 ആണ് ക്യൂവിലേക്ക് വന്നത്, അപ്പോൾ ആ 10 തന്നെ ആദ്യം റിമൂവ് ആയി. പിന്നീട് വന്നത് 20 ആണ്, അപ്പോൾ 20 രണ്ടാമത് റിമൂവ് ആയി. നെക്സ്റ്റ് വന്നത് 30 ആണ്, അപ്പോൾ 30 റിമൂവ് ആവുന്നു. അപ്പോൾ ആദ്യം വരുന്നവർ തന്നെ ആയിരിക്കും ആദ്യം പുറത്തേക്ക് പോകുന്നത്. അപ്പം ക്യൂവിൽ നിന്നും ഡേറ്റ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ റിമൂവ് ചെയ്യുന്നതിന് നമ്മൾ ഡിലീഷൻ ഓപ്പറേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ക്യൂവിൽ 2 ഓപ്പറേഷൻസ് ആണ് നമ്മൾ നടത്തുന്നത്, ഒന്ന് ഇൻസെർഷനും ഒന്ന് ഡിലീഷനും. ഇൻസെർഷൻ എങ്ങനെയാണ് നടക്കുന്നത്? റിയർ എൻഡ് വഴി ഇൻസെർഷൻ നടക്കുന്നു, ഫ്രണ്ട് എൻഡ് വഴി ഡിലീഷൻ നടക്കുന്നു. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ക്യൂ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം. അരേ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ക്യൂ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ അരേ ഉപയോഗിച്ച് ക്യൂ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ സൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അരയ്ക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു സൈസ് ഉണ്ട് അല്ലേ, ആ സൈസ് ലിമിറ്റഡ് ആയിരിക്കും. കാരണം അരേ ഉപയോഗിക്കുമ്പോൾ സൈസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ ക്യൂവിൽ എത്ര എലമെൻറ്റ് സ്റ്റോർ ചെയ്യാം എന്നുള്ളത് ലിമിറ്റഡ് ആയിരിക്കും. ഇനിയിപ്പോൾ ഇവിടെ എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്, ഒരു ക്യൂ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഒരു ക്യൂവിന് 2 എൻഡ് പോയിന്റ് ഉണ്ട്, ഒന്ന് ഫ്രണ്ടും ഒന്ന് റിയറും. റിയൽ കൂടി എലമെൻറ്റുകൾ ഇൻസെർട്ട് ചെയ്യുന്നു, ഫ്രണ്ടിൽ കൂടി എലമെൻറ്റുകൾ റിമൂവ് ആകുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഫ്രണ്ട് ഈക്വൽ ടു 0 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? 0th പൊസിഷനിലെ എലമെൻ്റ് ആണ് എന്ത്? ഫസ്റ്റ് എലമെൻറ്റ്. 0th പൊസിഷനിലെ എലമെൻ്റ് ആണ് ഫസ്റ്റ് എലമെൻറ്റ് അല്ലേ, ക്യൂവിലിരിക്കുന്ന ആദ്യത്തെ എലമെൻ്റ് ആണ് 0th പൊസിഷനിലുള്ളത്. നെക്സ്റ്റ് റിയർ ഈക്വൽ ടു 3 എന്ന് പറയുമ്പോൾ എന്താണ്? 3rd എലമെൻ്റ് ആയിരിക്കും ലാസ്റ്റ് പൊസിഷനിൽ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രണ്ടിലുള്ള എന്ത് വാല്യൂ ആണോ ആ പൊസിഷനിലെ എലമെൻ്റ് ആയിരിക്കും ക്യൂവിൻ്റെ ഫ്രണ്ടിലെ എലമെൻറ്റും, റിയറിലെ വാല്യൂ പോയിന്റ് ചെയ്യുന്ന പൊസിഷനിലെ എലമെൻ്റ് ആയിരിക്കും ലാസ്റ്റ് എലമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അരേ ഉപയോഗിച്ച് നമുക്ക് ക്യൂ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ അരയുടെ പേര് നമ്മൾ ക്യൂ ഓഫ് n എന്ന് തന്നെ എടുക്കും. n എന്ന് പറയുന്നത് അരയുടെ സൈസ്, എത്ര എലമെൻ്റ് ആണോ ആ ക്യൂവിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നത് അതിൻ്റെ സൈസാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ക്യൂ ഓഫ് ഫ്രണ്ട് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് എലമെൻറ്റ്. അതായത് ഫ്രണ്ട് എന്ന് പറയുന്നത് ഏത് വേരിയബിളാണ്? ഫ്രണ്ടിനെ ഡിനോട്ട് ചെയ്യാനുള്ള വേരിയബിളാണ്. അപ്പോൾ ഇതിലെ വാല്യൂ എന്താണോ, ഇപ്പോൾ ഇവിടുത്തെ വാല്യൂ 0 ആയതുകൊണ്ട് ക്യൂ ഓഫ് 0 എന്നുള്ളതാണ് ഫസ്റ്റ് എലമെൻറ്റ്. ഓക്കെ, ഇനി അതുപോലെ ക്യൂ ഓഫ് റിയലിലെ വാല്യൂ ഇവിടെ 3 ആണ്. അപ്പം ക്യൂ ഓഫ് 3 ആണ് ലാസ്റ്റ് എലമെൻറ്റ്. അപ്പോൾ ഫ്രണ്ട് പോയിന്റ് ചെയ്യുന്ന എലമെൻറ്റ് ഫസ്റ്റ് എലമെൻറ്റും റിയർ പോയിന്റ് ചെയ്യുന്ന എലമെൻറ്റ് ലാസ്റ്റ് എലമെൻറ്റും ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ 2 വേരിയബിൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ഫ്രണ്ട് റിയർ. പിന്നെ എന്ത് ഉപയോഗിക്കുന്നു? ക്യൂ എന്ന് പറയുന്ന അരേ ഉപയോഗിക്കുന്നുണ്ട്. n എന്ന് പറയുന്നത് എന്താണ്? അരയുടെ മാക്സിമം സൈസ് ഡിനോട്ട് ചെയ്യാനായിട്ട് n ഉപയോഗിക്കുന്നു. അപ്പോൾ ക്യൂ എന്നുള്ളത് അരേ, n എന്ന് പറയുന്ന അരയുടെ സൈസ്, ഫ്രണ്ട് റിയർ 2 വേരിയബിൾ ഉപയോഗിക്കുന്നു. ഒന്ന് ക്യൂവിൻ്റെ ഫ്രണ്ടിനെ ഡിനോട്ട് ചെയ്യാനും മറ്റൊന്ന് ക്യൂവിൻ്റെ റിയറിനെ ഡിനോട്ട് ചെയ്യാനും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഓപ്പറേഷൻസ് ഓൺ ക്യൂ. ക്യൂവിൽ ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്? നമ്മൾ തുടക്കത്തിൽ ഒന്ന് പറഞ്ഞായിരുന്നു, ഇൻസെർഷനും ഡിലീഷനും. ഈ 2 ഓപ്പറേഷൻസ് ആണ് നമുക്ക് ക്യൂവിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ 2 ഓപ്പറേഷൻസ്, ഇൻസെർഷൻ ആൻഡ് ഡിലീഷൻ. അത് ഇൻസെർഷൻ എന്താണ് മീൻ ചെയ്യുന്നത്? ഇൻസെർഷൻ ഈസ് ദി പ്രോസസ് ഓഫ് ആഡിങ് ന്യൂ ഐറ്റം ഇൻ ടു എ ക്യൂ അറ്റ് ദി റിയർ എൻഡ്. റിയർ എൻഡ് വഴി പുതിയ ഐറ്റത്തെ ക്യൂവിലേക്ക് ആഡ് ചെയ്യുന്നു. First, the value of rear is incremented by 1 and the element is inserted at that position. എങ്ങനെയാണ് നമ്മൾ ഇൻസെർഷൻ ചെയ്യുന്നത്? റിയർ എവിടെയാണോ ഇരിക്കുന്നത് ആ പൊസിഷനോടൊപ്പം ഒന്ന് കൂട്ടുന്നു. റിയറിൻ്റെ പൊസിഷൻ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് ആ പൊസിഷനിലേക്ക് നമ്മൾ എടുത്ത ന്യൂ ഐറ്റത്തെ ആഡ് ചെയ്യുന്നു. അപ്പോൾ റിയർ പോയിന്റ് ചെയ്യുന്നത് ലാസ്റ്റ് എലമെൻറ്റിനെ ആയിരിക്കും, ക്യൂവിലെ അവസാനത്തെ എലമെൻറ്റിനെ ആയിരിക്കും. അപ്പോൾ പുതിയൊരു ഐറ്റം വരുമ്പോൾ എന്ത് വേണം? ആ റിയറിൻ്റെ പൊസിഷൻ ഒന്ന് കൂട്ടണം. കൂട്ടിയതിന് ശേഷം അവിടേക്ക് പുതിയ എലമെൻറ്റിനെ ആഡ് ചെയ്യണം.
രണ്ടാമത്തെ ഓപ്പറേഷൻ ഡിലീഷൻ ഓപ്പറേഷൻ ആണ്. അതെന്തായിരിക്കും? ഡിലീഷൻ ഓപ്പറേഷൻ ഈസ് ദി റിമൂവൽ ഓഫ് ദി ഐറ്റം അറ്റ് ദി ഫ്രണ്ട് എൻഡ്. ഫ്രണ്ട് എൻഡ് വഴി ഐറ്റത്തെ റിമൂവ് ചെയ്യാനാണ് നമ്മൾ ഡിലീഷൻ ഓപ്പറേഷൻ ഉപയോഗിക്കുന്നത്. ആഫ്റ്റർ ഡിലീഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വാല്യൂ ഓഫ് ഫ്രണ്ട് ഈസ് ഇൻക്രിമെന്റഡ് ബൈ 1. കാരണം ഫ്രണ്ടിൽ നിന്ന് ഒരാൾ പോയില്ലേ, അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഒരു എലമെന്റ് പോയി കഴിയുമ്പോൾ ഫ്രണ്ട് അടുത്ത എലമെന്റിനെ പോയിന്റ് ചെയ്യണം. കാരണം ഫ്രണ്ട് എന്ന് പറയുന്ന വേരിയബിളിലെ വാല്യൂ എന്താണോ അതാണ് ക്യൂവിന്റെ ഫ്രണ്ട് എലമെന്റ്, അതായത് ക്യൂവിന്റെ ഫസ്റ്റ് എലമെന്റ്. അപ്പോൾ ഒരു എലമെന്റ് അങ്ങ് പോയി കഴിഞ്ഞാൽ ഫ്രണ്ട് അടുത്തതിനെ പോയിന്റ് ചെയ്യണം. അപ്പോൾ ഫ്രണ്ടിന്റെ വാല്യൂ എന്ത് ചെയ്യേണ്ടി വരും? 1 ഇൻക്രിമെന്റ് ചെയ്യേണ്ടതായി വരും. അപ്പോൾ ദീസ് ആർ ദി 2 ഓപ്പറേഷൻസ് ഓൺ ക്യൂ, ഇൻസെർഷൻ ഓപ്പറേഷൻ ആൻഡ് ഡിലീഷൻ ഓപ്പറേഷൻ. ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്പോൾ ക്യൂവിൻ്റെ ഓപ്പറേഷൻ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ക്യൂവിൽ വരാവുന്ന 2 സിറ്റുവേഷൻ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സ്റ്റാക്ക് പഠിച്ചപ്പോൾ നമ്മളവിടെ 2 സിറ്റുവേഷനെ കുറിച്ച് പറഞ്ഞു. ഒന്ന് ഓവർഫ്ലോ സിറ്റുവേഷനും ഒന്ന് അണ്ടർഫ്ലോ സിറ്റുവേഷനും. അതേപോലെ ക്യൂവിലും വരാവുന്ന 2 സിറ്റുവേഷനാണ് ഓവർഫ്ലോയും അണ്ടർഫ്ലോയും. അപ്പോൾ എങ്ങനെയാണ് ആ സിറ്റുവേഷൻ വരുന്നത് കൂടി നമ്മൾ കണ്ടിട്ട് പോകാം. അപ്പോൾ ഇവിടെ നോക്കൂ, ഇപ്പോൾ ക്യൂ ഓഫ് 6, അതായത് 6 എലമെന്റ് സ്റ്റോർ ചെയ്യാവുന്ന ഒരു ക്യൂ ആണ് ഞാനിവിടെ എക്സാമ്പിളായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ 6 എലമെന്റിലും ഞാൻ എലമെന്റുകൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് പൊസിഷൻ 0th ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യുന്നു അല്ലേ, അതായത് ഫ്രണ്ട് ഈക്വൽ ടു 0 ആണ്, റിയർ ഈക്വൽ ടു 5 ആണ്. അപ്പോൾ ഫ്രണ്ട് എലമെന്റ് ഉണ്ട്, 0th പൊസിഷനിൽ എലമെന്റ് ഉണ്ട്, ലാസ്റ്റ് പൊസിഷനിലും എലമെന്റ് ഉണ്ട്. ഇനി ഈ ക്യൂവിൽ സ്പേസ് ഉണ്ടോ നമുക്ക് പുതിയൊരു എലമെന്റിനെ ഇൻസെർട്ട് ചെയ്യാനായിട്ട്? ഇല്ല അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് പുതിയ എലമെന്റുകളെ ഇൻസെർട്ട് ചെയ്യാനായിട്ട് സ്പേസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇവിടെ എന്താണ്? ക്യൂ ഫുള്ളാണ്. ആ അരയിൽ കംപ്ലീറ്റ് എലമെന്റ് സ്റ്റോർ ചെയ്തിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ടുള്ള ഒരു ക്യൂവിലേക്ക് വീണ്ടും ഒരു എലമെന്റിനെ ഇൻസെർട്ട് ചെയ്യാൻ ഞാൻ ശ്രമിച്ചാൽ ഏത് സിറ്റുവേഷൻ എറൈസ് ചെയ്യും? ഓവർഫ്ലോ സിറ്റുവേഷൻ എറൈസ് ചെയ്യും. അപ്പോൾ നമ്മൾ അൽഗോരിതം എഴുതുമ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് എന്താണ്? ഒരു ക്യൂവിലേക്ക് എലമെന്റ് ഇൻസെർട്ട് ചെയ്യുമ്പോൾ അവിടെ ക്യൂ ഫുള്ളാണോ എന്ന് ചെക്ക് ചെയ്യണം. ക്യൂ ഫുള്ളാണെങ്കിൽ ഓവർഫ്ലോ ആണെന്നുള്ള മെസ്സേജ് അവിടെ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഓവർഫ്ലോ സിറ്റുവേഷൻ എന്താണെന്ന് ക്ലിയർ ആയില്ലേ? എന്താണ് ഓവർഫ്ലോ സിറ്റുവേഷൻ? ഫ്രണ്ട് എലമെന്റും ലാസ്റ്റ് എലമെന്റിലും വാല്യൂസ് ഉണ്ട്. അപ്പോൾ ഫ്രണ്ട് ഫസ്റ്റ് പൊസിഷനെ പോയിന്റ് ചെയ്യുന്നു, റിയർ ലാസ്റ്റ് പൊസിഷനെ പോയിന്റ് ചെയ്യുന്നു. അങ്ങനെ ക്യൂവിൽ എല്ലാ എലമെന്റുകളും ഇൻസെർട്ട് ചെയ്ത് നിൽക്കുകയാണ്. ഒരു എലമെന്റുകളും പോയിട്ടില്ല. ക്യൂവിൽ ഇനി ഫ്രീ സ്പേസ് ഒന്നും തന്നെ ഇല്ല. ഈ സിറ്റുവേഷനാണ് ഓവർഫ്ലോ സിറ്റുവേഷൻ. ആ സിറ്റുവേഷൻ അല്ല ഓവർഫ്ലോ സിറ്റുവേഷൻ. അങ്ങനെയുള്ള ഫുള്ളായിട്ട് നിൽക്കുന്ന ക്യൂവിലേക്ക് പുതിയൊരു ഐറ്റത്തെ ഇൻസെർട്ട് ചെയ്യുമ്പോൾ, ഇനി ഇവിടെ സ്പേസ് ഇല്ലല്ലോ ഇൻസെർട്ട് ചെയ്യാനായിട്ട്, ആ ഇൻസെർട്ട് ചെയ്യുമ്പോൾ ആ ഐറ്റം ചെയ്യാൻ നമുക്ക് സാധിക്കത്തില്ല. അപ്പം നമ്മളവിടെ പറയും ഓവർഫ്ലോ ആണെന്ന് ഉള്ള എറർ മെസ്സേജ് കൊടുക്കേണ്ടതായിട്ട് വരുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇവിടെയും ക്യൂ ഓഫ് 6 എന്ന് പറയുന്ന ഒരു ക്യൂ ഞാൻ എടുത്തിട്ടുണ്ട്. 6 എലമെന്റ് സ്റ്റോർ ചെയ്യാനുള്ളൊരു ക്യൂ ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫ്രണ്ട് റിയർ ക്യൂവിനെ ഒരു പൊസിഷനെയും പോയിന്റ് ചെയ്തിട്ടില്ല അല്ലേ. ക്യൂവിൻ്റെ ഒരു പൊസിഷനെയും പോയിന്റ് ചെയ്തിട്ടില്ല. ഇങ്ങ് മാറിയാണ് ഫ്രണ്ടും റിയറും നിൽക്കുന്നത്. അതായത് ഫ്രണ്ട് ഈക്വൽ ടു -1, റിയർ ഈക്വൽ ടു -1. അതായത് ഫ്രണ്ടിൻ്റെ വാല്യൂ -1, റിയറിൻ്റെ വാല്യൂ -1 എന്ന് പറഞ്ഞാൽ ക്യൂവിലേക്ക് വന്നിട്ടില്ല. ഫ്രണ്ട് റിയർ ഒന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കുക, ആ ക്യൂവിൽ എന്തെങ്കിലും എലമെന്റ് ഉണ്ടോ? ഒരു എലമെന്റും ഈ ക്യൂവിൽ ഇല്ല. മീൻസ് ഇതെന്താണ്? ഒരു എംപ്റ്റി ക്യൂ ആണ്. അപ്പോൾ എലമെന്റുകളൊന്നും ഇല്ല എങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇതൊരു എംപ്റ്റി ക്യൂ ആണ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എംപ്റ്റി ക്യൂവിൻ്റെ പ്രത്യേകത എന്താണ്? ഫ്രണ്ടിൻ്റെ വാല്യൂ -1 ആയിരിക്കും, റിയറിൻ്റെ വാല്യൂ -1 ആയിരിക്കും. ഇങ്ങനെ ഒരു എംപ്റ്റി ക്യൂവിൽ നിന്നും ഒരു ഐറ്റത്തെ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു, ഒന്ന് റിമൂവ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ എംപ്റ്റി ആയതിൽ നിന്ന് റിമൂവ് ചെയ്യുമ്പോൾ അങ്ങനെ റിമൂവ് ചെയ്യാൻ പിന്നെ എലമെന്റ് ഉണ്ടോ? നമുക്ക് ഇല്ല അല്ലേ. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ആ സിറ്റുവേഷനെയാണ് നമ്മൾ അണ്ടർഫ്ലോ സിറ്റുവേഷൻ എന്ന് വിളിക്കുന്നത്. എന്താണ് അണ്ടർഫ്ലോ സിറ്റുവേഷൻ? ഫ്രണ്ടും റിയറും -1ലേക്ക് ഇരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട് റിയറും -1 ആകുമ്പോൾ ക്യൂ എംപ്റ്റി ആണ്. ഒരു എംപ്റ്റി ക്യൂവിൽ നിന്നും എലമെന്റിനെ ഡിലീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സിറ്റുവേഷനാണ് അണ്ടർഫ്ലോ സിറ്റുവേഷൻ. അപ്പോൾ ഡിലീഷൻ, അതായത് ക്യൂവിൽ നിന്ന് എലമെന്റിനെ ഡിലീറ്റ് ചെയ്യുന്ന അൽഗോരിതത്തിൽ നമ്മൾ എന്ത് ചെക്ക് ചെയ്യേണ്ടതായി വരും? ഈ അണ്ടർഫ്ലോ സിറ്റുവേഷൻ ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ഒരു ക്യൂ ആണ് എടുത്തിരിക്കുന്നത്. ക്യൂ 6 ആണ്. 6 എലമെന്റ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു ക്യൂ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ അണ്ടർഫ്ലോ സിറ്റുവേഷനിൽ ഒരു കേസ് കൂടെ പറയാണ്. ഇപ്പം നിൽക്കുന്ന പിക്ചർ നിങ്ങൾ നോക്കൂ. ഫ്രണ്ട് രണ്ടാമത്തെ പൊസിഷനെ പോയിന്റ് ചെയ്യുന്നു, റിയറും രണ്ടാമത്തെ എലമെന്റിനെ പോയിന്റ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഫ്രണ്ടും റിയറും പോയിന്റ് ചെയ്യുന്നത് സെക്കൻഡ് പൊസിഷനിലാണ്. അതായത് 350 എന്നുള്ള എലമെന്റിനെയാണ് പോയിന്റ് ചെയ്യുന്നത്. ഇനി ഞാൻ ഈ 350 എന്നുള്ള എലമെന്റിനെ റിമൂവ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടുത്തെ വാല്യൂ എന്താണ്? 350 ഞാൻ റിമൂവ് ചെയ്യാണ്. അപ്പോൾ ഫ്രണ്ടിൻ്റെ വാല്യൂ 2 ആണ്, റിയറിൻ്റെ വാല്യൂ 2 ആണ്. അപ്പോൾ സെക്കൻഡ് എലമെന്റിനെയാണ് ഇത് രണ്ടും പോയിന്റ് ചെയ്യുന്നത്. ഇനി 350 ഞാനൊന്ന് റിമൂവ് ചെയ്യുകയാണ്. നോക്കിക്കോണം. അപ്പോൾ 350 റിമൂവ് ചെയ്തു. റിമൂവ് ചെയ്യണമെങ്കിൽ ഫ്രണ്ട് ഇങ്ങോട്ടേക്കൊന്ന് മാറി 350 അവിടുന്ന് പോയി.
അപ്പോൾ 350 അവിടെ നിന്ന് റിമൂവ് ചെയ്തപ്പോൾ ഫ്രണ്ട് നമ്മൾ പറഞ്ഞു ഒരു എലമെൻറ്റിനെ റിമൂവ് ചെയ്യുമ്പോൾ ഫ്രണ്ടിൻ്റെ വാല്യൂ എന്ത് ചെയ്യണം, ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഈ പൊസിഷനിൽ നിന്നും ഫ്രണ്ട് അടുത്ത പൊസിഷനിലേക്ക് മൂവ് ചെയ്യണം. അപ്പോൾ ഫ്രണ്ട് എങ്ങോട്ട് മൂവ് ചെയ്തു, 2ൽ നിന്നും 3ലേക്ക് മൂവ് ചെയ്തു. 350 പോയി കഴിഞ്ഞപ്പോൾ 2ൽ നിന്നും 3ലേക്ക് മൂവ് ചെയ്തു. ഈ ഒരു സിറ്റുവേഷൻ നോക്കൂ, ഫ്രണ്ടിൻ്റെ വാല്യൂ എന്തായി, ഇപ്പം 3 ആയി, ഫ്രണ്ടിൻ്റെ വാല്യൂ 3 ആയി, റിയറിൻ്റെ വാല്യൂ ചേഞ്ചസ് വന്നിട്ട് 2ൽ നിൽക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട് റിയറിനേക്കാൾ ഗ്രേറ്ററായി നിൽക്കുന്നൊരവസ്ഥ അല്ലേ. അപ്പോഴും ക്യൂ നോക്കൂ, ക്യൂ എന്താണ്, ക്യൂ എം ടി ആണ്, ക്യൂവിൽ എലമെൻറ്റുകളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഇവിടെയും എന്താണ്, ഒരു എം ടി സിറ്റുവേഷൻ ആണല്ലോ, ക്യൂവിൽ എലമെൻറ്റുകളൊന്നും ഇല്ല. ഇനി ഇവിടുന്ന് ഒരു എലമെൻറ്റിനെ ഞാൻ റിമൂവ് ചെയ്യാൻ ശ്രമിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക, എലമെൻ്റ് ഒന്നും ഇല്ല, ഒരു എം ടി ക്യൂ ആണ്. അതിൽ നിന്നും എലമെൻറ്റിനെ റിമൂവ് ചെയ്യുമ്പോൾ ഏത് സിറ്റുവേഷൻ വരും, അണ്ടർഫ്ലോ സിറ്റുവേഷൻ വരുന്നു. അപ്പോൾ അണ്ടർഫ്ലോ സിറ്റുവേഷൻ വരാവുന്ന 2 കേസുകളാണ്. ഒന്ന് ഫ്രണ്ടിൻ്റെ വാല്യൂ -1, റിയറിൻ്റെ വാല്യൂ -1 അല്ലേ. ആ കേസിൽ നമുക്ക് അണ്ടർഫ്ലോ സിറ്റുവേഷൻ വരാം. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ ഇതാണ്, ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ റിയർ അല്ലെങ്കിൽ റിയർ ലെസ് ദാൻ ഫ്രണ്ട്. അപ്പോൾ റിയർ എന്ന് പറയുന്ന ഫ്രണ്ടിനേക്കാൾ ചെറുതായിരിക്കുകയോ അല്ലെങ്കിൽ ഫ്രണ്ട് റിയറിനേക്കാൾ വലുതായിരിക്കുകയോ, ഈ സിറ്റുവേഷനിൽ എന്തായിരിക്കും, അണ്ടർഫ്ലോ സിറ്റുവേഷൻ വരാം. അപ്പം ഒരു എലമെൻറ്റിനെ റിമൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ് അണ്ടർഫ്ലോ സിറ്റുവേഷൻ. അണ്ടർഫ്ലോ സിറ്റുവേഷൻ നമ്മൾ 2 കേസുകൾ ചെക്ക് ചെയ്യണം. ഒന്നെന്താണ്, ഫ്രണ്ടിൻ്റെ വാല്യൂ -1 റിയറും -1 ആണോ എന്ന് ചെക്ക് ചെയ്യണം. രണ്ടാമത്തെ സിറ്റുവേഷൻ ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ റിയർ ആണോ എന്നുകൂടി ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ റിയർ ലെസ് ദാൻ ഫ്രണ്ട് ആണോ എന്നുകൂടി ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ ചെക്കിങ് നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവിടെ MTQ ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഡേറ്റ ഡിലീറ്റ് ചെയ്യുമ്പോൾ അണ്ടർഫ്ലോ സിറ്റുവേഷൻ വരുന്ന 2 കേസാണ് പറഞ്ഞത്.